ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ്. ഞങ്ങളിപ്പോൾ രാത്രി ഒരു 8:30 ആയി. ഞങ്ങളെല്ലാവരും കൂടെ ഷോപ്പിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ വീഡിയോസ് നോൺ വോയിസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ബബ്ബപ്പാണ്. അത് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ എന്തായാലും റെഡിയാക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ. ഇതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇതേ സ്റ്റുഡിയോൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാതും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നും പേടിച്ചൊന്നുമില്ല, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടൈം ആയതുകൊണ്ട് അത് തോന്നുന്നു വല്ലാണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അത്ര തിരക്കൊന്നുമില്ല കേട്ടോ അവിടെ. ഇതിൻ്റെ ഇടയിൽ ഉണ്ണികളെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇരുത്തിയാണ്. പിന്നെ അതിൽ നിന്ന് എണിച്ചിട്ടില്ല മൂന്നാളും. ഞങ്ങൾക്ക് എന്തായാലും സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറണോണ്ട് അപ്പോൾ കുറച്ച് നേരം എത്തിയിട്ട് അവരെ എണീപ്പിച്ചു അതിൽ നിന്ന്. അതിൻ്റെ ഇടയിൽ ഇതേ ഒരാൾ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് കയ്യിലാക്കിയിട്ടുണ്ട്. എനിവേ എന്തായാലും ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്ന് കയറിനെടുക്കാൻ ഇൻസ്റ്റ തുറന്നാൽ ഫുള്ള് സ്റ്റുഡിയോൻ്റെ റീൽസാണ്. ഇപ്പം നല്ല ഓഫേഴ്സ് നടക്കേണ്ടി പറഞ്ഞിട്ട്. ഡ്രസ്സിൻ്റെ സെക്ഷനിൽ അങ്ങനെ കുറേ കളക്ഷൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ സ്റ്റിൽ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ വന്ന കളക്ഷൻസൊക്കെ തീർന്നു പോയതാണോ എന്നറിയില്ല കേട്ടോ. കാരണം ഓഫേഴ്സൊക്കെ കുറേ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോയ ടൈമിൽ അതൊക്കെ സോൾഡ് ഔട്ട് ആയതാണോന്നും അറിയില്ല. എന്തായാലും ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് അങ്ങനത്തെ ബ്യൂട്ടി ഐറ്റംസിനൊക്കെ നല്ല ഓഫേഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളെക്കാട്ടി കൂടുതൽ ഷോപ്പ് ചെയ്യണത് ഈ കാണുന്ന ആളാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഷോപ്പിങ് ചെയ്യുക, വേണ്ടാത്ത കണ്ട് എടുത്തെറിയുകയും ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട കണ്ട നമ്മളെടുത്ത് അത് മേടിച്ചു തരാൻ വേണ്ടിയിട്ട് അവളുടെ ഭാഷയിൽ അത് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ 2 നാത്തുമാരെന്ന് പറഞ്ഞില്ല, സിസ്റ്റേഴ്സ്. എല്ലാവരും ഒരേ വൈബാണ്, മാഷാഅല്ലാ. ഇതിൻ്റെ ഇടയിൽ 2-3 ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തിട്ടാട്ടോ ഒരാളിരിക്കുന്നത്. നമ്മളുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, ഇവരെന്താ ചെയ്യാതെ നമുക്കറിയില്ല. സ്റ്റുഡിയോന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഉണ്ണികളൊന്ന് വണ്ടിയിലൊന്ന് റൈഡ് ചെയ്യിപ്പിച്ചു. റൈഡൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വന്നു. പക്ഷെ ഇവിടെ ലേസലിന് മതിയായി അവനക്ക് ഇറങ്ങണം, പക്ഷെ അയാൾക്ക് ഇറങ്ങണ്ട. എന്നാൽ ലേസലിനെ എടുക്കാനും അവള് സമ്മതിക്കൂല, അയാളുടെ ഒപ്പം ലേസലും വേണം. രണ്ടാളും പിന്നെ കരച്ചിലായി. അവസാനം വാശി പിടിപ്പിച്ചിട്ട് തന്നെ അതിന് എണിപ്പിക്കേണ്ട വന്നു. അയാൾക്ക് ഭയങ്കര സ്നേഹം. രണ്ടാൾക്ക് ഒരുമിച്ച് വേണം എല്ലാം ചെയ്യണത്, ഒരുമിച്ചൊക്കെ. എന്തായാലും കരഞ്ഞിട്ട് എണിപ്പിച്ചത്. പിന്നെ അവൾക്ക് മീനൊക്കെ കാണിച്ചിട്ട് മൈൻഡൊക്കെ മാറ്റി അവളെ ഹാപ്പി ആക്കിച്ചു. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ്, ഷോപ്പിംഗ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് 2-3 സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ തന്നെ അവർക്ക് കളിക്കാൻ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരതിൽ നിന്ന് എൻജോയ് ചെയ്ത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. അയക്കാണിച്ചെങ്കിൽ അവിടുത്തെ ടെൻറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കയറിയ ടൈം മുതലേ അവൾ അതിലായിരുന്നു. മറ്റേക്കാണെങ്കിൽ വേഗം ബോറടിക്കും. പക്ഷെ ഇതിൽ കുറേ നേരം ഒന്ന് കളിച്ചു. അവസാനം ഞങ്ങൾ അതിൻ്റെ റേറ്റ് നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ 75,000. ഇനി ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ മിറർ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളുടെ ഇപ്പം തിരിച്ചു പോവാണ്. അപ്പം അതിന് മുന്നേ ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുക ഇട്ടപ്പോൾ. സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കും, അതല്ലെങ്കിൽ അവർ ഫുഡ് കയ്യിൽ പിടിച്ചിട്ടേ വരാം. ഇന്നിപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം. കാരണം ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേനും ചിലപ്പോൾ അവർ ഉറങ്ങും. അതുകൊണ്ട് 2 ആൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്.
നമ്മൾ ഈ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ തീരെ സമയം പോണതറിയില്ല. പ്രത്യേകിച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരെ ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് സമയം പോകും. അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.